ഏത് വിജയത്തിൻ്റെയും പിതൃത്വം അവകാശപ്പെടാൻ അനവധി ആളുകളുണ്ടാവും. ഏത് പദ്ധതിയായാലും പ്രസ്ഥാനമായാലും പരാജയപ്പെട്ടാൽ അതിൻ്റെ പിതൃത്വം അവകാശപ്പെടാനും ഏറ്റെടുക്കാനും ആരും ഉണ്ടാവില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി അതാണ്. ദേവസ്വം ബോർഡിൻ്റെ പിതൃത്വം, ദേവസ്വം ബോർഡ് ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധി, അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണ്. സ്വർണ്ണക്കൊള്ള പുറത്തു വന്നതോടുകൂടി 2018 മുതൽ 2025 വരെയുള്ള ദേവസ്വം ബോർഡിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും, അവിടെ മാറി മാറി അധികാരത്തിലിരുന്ന കമ്മീഷണർമാരുടെയും മറ്റുദ്യോഗസ്ഥരുടെയും ഇടപാടുകളും പ്രവർത്തനങ്ങളും എല്ലാം വിലയിരുത്താനാണ് ഹൈക്കോടതി ദേവസ്വം ബോർഡ് ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഏറ്റവും ഒടുവിൽ 2 വട്ടം ദേവസ്വം കമ്മീഷണറും 1 വട്ടം ദേവസ്വം ബോർഡ് പ്രസിഡന്റും ആയിരുന്ന എൻ വാസുവിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ഇതോടെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം പോറ്റിയിൽ നിന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിലേക്ക് എത്തിയിരിക്കുകയാണ്. 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിനെ ഹാജരാവാൻ SIT നോട്ടീസ് നൽകി കഴിഞ്ഞു. പക്ഷേ പത്മകുമാർ പല കാരണങ്ങൾ പറഞ്ഞ് സമയം ചോദിച്ചിരിക്കുകയാണ്. പത്മകുമാറിനെ ചോദ്യം ചെയ്യേണ്ട അവസ്ഥ വന്നത് എൻ വാസുവിൻ്റെ അറസ്റ്റോടെയാണ്. ആരായിരുന്നു എൻ വാസു എന്ന ഒരു പരിശോധനയും അനിവാര്യമാണ്. ഗുരുദാസൻ മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു വാസു. ഏത് കാലത്തും കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനല്ല, കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ തന്നെയായിരുന്നു വാസു. അദ്ദേഹത്തിന് ഭരണതലത്തിൽ മുഖ്യമന്ത്രി വരെയുള്ള അധികാര കേന്ദ്രങ്ങളിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ വാസു പ്രതിയായതോടുകൂടി മുൻ പ്രസിഡന്റ് പത്മകുമാറും അതുപോലെ അതിനുശേഷം പ്രസിഡന്റായ പ്രശാന്തും അടക്കമുള്ളവർ പ്രതി സ്ഥാനത്തെത്തുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ദേവസ്വം മന്ത്രിമാർക്ക് ഈ സംഭവത്തിലൊന്നും പങ്കില്ല എന്നൊരിക്കലും പറയാൻ കഴിയില്ല. 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, ഇപ്പോഴത്തെ മന്ത്രി വാസവൻ അടക്കമുള്ളവർ എന്തായാലും ചോദ്യം ചെയ്യലിന് വിധേയരാകേണ്ടി വരും. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് കേസെടുത്തതോടെ കേന്ദ്ര ഏജൻസിയായ ED FIRന്റെ കോപ്പി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അപ്പോൾ ഹൈക്കോടതി ഉത്തരവനുസരിച്ചാണ് അന്വേഷണം. അതുകൊണ്ട് FIRന്റെ കോപ്പി ഇപ്പം നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് റാന്നി കോടതി സ്വീകരിച്ചത്. പക്ഷേ പുതിയ സാഹചര്യത്തിൽ അഴിമതി നിരോധന വകുപ്പ് കൂടി ചേർത്തുകൊണ്ട് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ദേവസ്വം ഭാരവാഹികളുടെയും പങ്ക് വിജിലൻസ് കൂടി അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ ആ കേസുകളെല്ലാം കൊല്ലം വിജിലൻസ് കോടതിക്ക് കൈമാറിയിരിക്കുകയാണ്. അപ്പോൾ സമാന്തരമായി അഴിമതി നിരോധന കേസും അതുപോലെ തന്നെ കവർച്ച കേസും അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ED കൊല്ലം വിജിലൻസ് കോടതിക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത്, തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ 1 വട്ടം കൂടി കേന്ദ്ര ഏജൻസിയായ ED സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരെയും നേതാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് തുടക്കം കുറിക്കുകയാണ്. കരുവന്നൂർ കേസ്, ലൈഫ് മിഷൻ കേസ്, പഴയ കാലത്തെ സ്വർണ്ണക്കള്ള തുടങ്ങി ഒട്ടനവധി കേസുകൾ CBIയും NIAയും EDയും ഒക്കെ അന്വേഷിച്ചെങ്കിലും ഒരു ഇടതുപക്ഷ നേതാവിനെയും ഉദ്യോഗസ്ഥരെയും ഒന്നും തന്നെ പ്രതികളാക്കാൻ കേന്ദ്ര ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടില്ല. ആകെ പ്രതിയായത് സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ മാത്രമാണ്. അങ്ങനെ എടുത്തു പറയാവുന്ന ഒരു ഉദ്യോഗസ്ഥൻ പ്രതിസ്ഥാനത്തെത്തിയത് ശിവശങ്കർ മാത്രമാണ്. മറ്റ് വമ്പൻ സ്രാവുകളെല്ലാം കേന്ദ്ര ഏജൻസികളുടെ വലവെട്ടിക്ക് പോവുകയാണ് ചെയ്തത്. കരുവന്നൂർ കേസാകട്ടെ ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും കേന്ദ്ര ഏജൻസി സജീവമാക്കുകയും തെരഞ്ഞെടുപ്പ് കാലം കഴിയുമ്പോൾ അത് അട്ടത്തു വയ്ക്കുകയുമാണ്. ഇനിയും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കരുവന്നൂർ കേസ് പൊടി തട്ടിയെടുക്കാൻ, ലൈഫ് മിഷൻ കേസ് പൊടി തട്ടിയെടുക്കാൻ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ട്. അതിന് പിന്നാലെയാണ് ശബരിമല സ്വർണ്ണക്കടത്ത് കേസിലും ED അന്വേഷണം ആരംഭിക്കാൻ പോകുന്നത്.